താസ കളക്ഷന്റെ പുതിയ കളക്ഷനുകൾ കാണാനാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ചൈനീസ് ടോപ്പ് ഇതിന് വെറും 299 ആണ് റേറ്റ് വരുന്നത്. ഗേൾസ് പാൻസ് 199 ഓൺലി. 299 രൂപയ്ക്ക് മെറ്റേണിറ്റി വെയർ, വെറും 150 രൂപയ്ക്ക് ലേഡി ഷോർട്സ്. സൂപ്പർ ഡേ ടീഷർട്ട് 400 രൂപ മാത്രം. ജീൻസിനൊപ്പം വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ടീഷർട്ടുകൾ വെറും 250 രൂപയ്ക്ക്. ലേഡീസ് 3/4 199 ഓൺലി. ഹാഫ് സ്ലീവ് ലേഡി ടീഷർട്ട് വെറും 199 രൂപയ്ക്ക്. മെൻസ് ഹൈ ലക്ഷറി ഫുൾ സ്ലീവ് കളക്ഷൻ വെറും 250 രൂപയ്ക്ക്. താസ ഫാഷൻ മൾട്ടി ബ്രാൻഡഡ് സർപ്ലസ് സ്റ്റോർ, പാലസ് റോഡ്, ചേലക്കര. ലോക വനിതാ ദിനത്തിൽ പാഞ്ഞാൾ ഗ്രാമീണ വായനശാല മുൻ ലൈബ്രറിയൻ എൻ മല്ലികേശ്വരി അമ്മയെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോന്നനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനശാലയുടെ മുൻ ലൈബ്രറിയൻ എൻ മല്ലികേശ്വരി അമ്മയെ ആദരിച്ചു. ദീർഘകാലം വായനശാലയുടെ വളർച്ചയ്ക്കായി സമർപ്പിത സേവനമനുഷ്ഠിച്ച അവരെ വനിതാ ദിനത്തിന്റെ ഭാഗമായാണ് പ്രത്യേകമായി ആദരിച്ചത്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോന്നനാഥ് ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു വ്യക്തി മാത്രമല്ല, സ്ത്രീകൾ മുഖ്യധാരയിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കൊണ്ട് മുന്നിലേക്ക് വന്നതിന് ചരിത്രമാണ്. ഇപ്പൊ അതിനൊക്കെ എനിക്ക് തോന്നുന്നു ഭാഷകളിലെ നമ്മുടെ റഷ്യൻ പഴയ നേതൃത്വമായിട്ടൊക്കെയാണ് വന്നത്. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാത്തിനും ആചരിക്കാനൊക്കെ തുടങ്ങിയിട്ട് റഷ്യനാണെന്നാണ് ഒരു ധാരണ. അറിയില്ല, ഭാഷ തിരുത്തുന്നതാണ്. ഒരു നൂറ്റാണ്ടോളം കാലമായിട്ടാണ് നമ്മൾ അതിന് അല്ലെങ്കിൽ അത്തരം പക്ഷെ അതിനും എത്രയോ മുമ്പ് നമ്മുടെ ചരിത്രത്തിലെടുത്ത് സ്ത്രീകൾ മുന്നിലേക്ക് വരുന്നു. പക്ഷെ അതിലൊരു അളവും അല്ലെങ്കിൽ സാധ്യതകളും കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനകത്ത് നമ്മുടെ നാടിനകത്ത് ഉണ്ടാക്കിയ മാറ്റം ഈ ദിനങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രചിത സൂചിപ്പിച്ചത് അതാണ്. കാരണം നമ്മൾ സാമ്പത്തികമായിട്ടും സാമൂഹിക പശ്ചാത്തലത്തിലേക്കും വനിതകൾക്ക് മുന്നിലേക്ക് വരാൻ കഴിയുന്ന സാധ്യതകൾ ഓരോ ഭരണ സംവിധാനവും ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ഒരു ഈ സോഷ്യൽ ഈ ഇക്വാലിറ്റിയിലേക്ക് ഒരു നമുക്ക് ഇത്തരത്തിൽ സന്തുലിതമായി കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രചിത മനോജ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സ്ത്രീകളെല്ലാം അടങ്ങി ഒതുങ്ങി അകപ്പെട്ടിരുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം മെച്ചപ്പെടുത്തുന്നതിലൂടെ അവർ അറിവ് നേടാനും അത് പ്രായോഗികതയിൽ വരുത്താനും തുടങ്ങിയതോടുകൂടി സ്ത്രീക്ക് ഒരു വില, ഒരു മൂല്യം നമ്മുടെ സമൂഹത്തിന് ഉണ്ടായി തുടങ്ങി. അതുപോലെ തന്നെ കുടുംബശ്രീ പോലെയുള്ള കൂട്ടായ്മകളിലൂടെ നമ്മൾ ഒരുപാട് പേരെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് പേര് അതിലൂടെ കടന്നു വന്നു. അവരുടെ ഒരു സ്വയം പര്യാപ്തത നേടുക എന്നതുപോലെ തന്നെ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുകയും അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങിയതിനോടുകൂടി സ്ത്രീക്ക് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു വില തന്നെ, ഒരു മൂല്യം തന്നെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞു. വായനശാല ഭാരവാഹികളും ജനപ്രതിനിധികളും പങ്കെടുത്തു. പി കെ ഗോപാലൻ, എൻ എസ് ജെയിംസ്, വിജയാനന്ദ് കെ, മല്ലികേശ്വരി എൻ, അമ്മിണി കെ, ശ്രീദേവി കൃഷ്ണൻ, ഹൈമ ചങ്ങരത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. 40 വർഷം മുമ്പേ നമ്മുടെ പാഞ്ഞാളിൽ അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവരുടെ, അക്ഷരങ്ങളെ കൂട്ടുപിടിക്കുന്നവരുടെ അല്ലെങ്കിൽ പാഞ്ഞാളിലെ മൊത്തം അന്ന് നമുക്ക് പാഞ്ഞാളങ്ങനെ അധികം തപ്പുകളൊന്നുമില്ല. പാഞ്ഞാള് എല്ലാവർക്കും കൂടാൻ പറ്റിയ ഒരു സ്ഥലം വായനശാല മാത്രമേ. അറിവിന്റെ ലോകത്ത് സ്ത്രീകളുടെ പങ്ക് വലുതാണെന്നും മല്ലികേശ്വരി അമ്മയെ പോലെയുള്ളവരുടെ സേവനം വരും തലമുറയ്ക്ക് മാതൃകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസിഡന്റ് പറഞ്ഞു. CCV ന്യൂസ്, പാഞ്ഞാൾ.